ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് അത്തം. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഒരുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതാണെന്ന് വെച്ചാൽ പൂവെടുക്കണം, പൂവുണ്ടോ നോക്കണം നമ്മൾ. പിന്നെ പൂവിടാനുള്ള തറ നമ്മൾ ശരിയാക്കണം. ഞങ്ങളുടെ ഇവിടെയൊക്കെ പൂത്തറ എന്നാണ് പറയുക കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. ഓരോ നാട്ടിൽ ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ ഒരു വീഡിയോ എടുക്കാൻ കരുതി. ഇന്ന് തൊട്ട് നമ്മൾ 10 ദിവസം, അതാണ് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ, അതിൻ്റെ കുറേ കാര്യങ്ങൾ അതെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, വേറൊന്നുമല്ല. അപ്പോൾ നാളെ അത്തമാണ്. അപ്പോൾ അത്തത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എങ്ങനെയായിരിക്കും കുഞ്ഞാപ്പിയുടെ കാര്യങ്ങളനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ കണ്ടില്ലേ, കുറുമ്പിയാണ്. അപ്പോൾ അവളുടെ സഹകരണം മൂലമാണ് നമ്മളിങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കേട്ടോ. പൊസിഷനൊക്കെ മാറുന്നത് അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കല്ലേ. അവളിങ്ങനെ വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മൾ അവൾക്ക് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ അവളെ സേഫ് ആക്കിയിട്ട് നമ്മൾ ഫോൺ വേറെ വെക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഇത് അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ, അവൾ ഒളിച്ച് കളിക്കുകയാണ്. കളിച്ചോട്ടെ. അപ്പോൾ നമ്മളെ വിഷയത്തേക്ക് ഇടണം. പൂത്തറ ഉണ്ടാക്കണം. പൂവ് നമ്മളെ വീട്ടിൽ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് ആദ്യം, അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പൂക്കളൊക്കെ ശേഖരിക്കാൻ പോയില്ലേ. പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ കുഞ്ഞാവുമ്പോൾ നമ്മൾ തൊടിയിലും പിന്നെ ഈ പൂക്കൾ ഇടാത്ത വീടുകളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ പോയിട്ട് പൂവൊക്കെ എടുത്ത് തലേ ദിവസം വൈകുന്നേരം കൊണ്ടു വയ്ക്കും. മുട്ടാണ് കൊണ്ടു വയ്ക്കുക. പിറ്റേ ദിവസം നമ്മൾ ഇടാൻ റെഡി ആകുമ്പോഴേക്കും വിരിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും. അങ്ങനത്തെ മുട്ടൊക്കെയാണ് കൊണ്ടു വയ്ക്കുക. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് അതെല്ലാം നേരാക്കി ഇടും. എന്നിട്ടൊക്കെയാണ് സ്കൂളിൽ പോയായിരുന്നു അല്ലേ. ഇപ്പോൾ എങ്ങും പോകുമൊന്നും വേണ്ട, എന്നാലും നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കി വെക്കണം, എന്നാലേ രാവിലെ എല്ലാം സെറ്റ് ആവത്തുള്ളൂ. പിന്നെ വീട്ടിലുള്ള പൂക്കളൊക്കെ നമുക്ക് അന്ന് തന്നെ പറിക്കാവുന്നുള്ളൂ. വീട്ടിൽ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ചെമ്പരത്തിയൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. ഇതിലിപ്പോൾ കളർഫുള്ളായിട്ടുള്ള കുറച്ച് പൂക്കളൊന്നുമില്ല. മെയിനായിട്ട് വീട്ടിൽ അധികം ഉള്ളത് ആ വൈറ്റ് പൂവാണ് കേട്ടോ. അത് അത്യാവശ്യമുണ്ട്. പിന്നെ ഉള്ളതൊക്കെ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. ചെറിയ പൂക്കളായതുകൊണ്ട് തന്നെ നമ്മൾ തറ എത്ര വലുതാക്കുന്നോ അത്രയും നല്ല ലെവലിലാണ് നമ്മൾ പൂക്കളൊക്കെ ശേഖരിക്കേണ്ടത് കേട്ടോ. ചിലർ ചെറിയ തറ കിട്ടും, ചിലർ വലിയ സ്റ്റെപ്പായിട്ടൊക്കെ കിട്ടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ അങ്ങനെ, ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഇതുവരെ കിട്ടില്ല. ഇങ്ങനെ സാധാ ഒരു തറ ഉണ്ടാക്കാറുള്ളൂ. അത് ഒരു ചെറിയൊരു അത്ര ചെറുതുമല്ല, എന്നാൽ ഒരു മീഡിയം ലെവലിലുള്ളൊരു തറ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ. പിന്നെ പൂക്കളെ ഇങ്ങനത്തെ പൂക്കളാണ് ഇടുന്നത്. മെയിനായിട്ട് നമ്മളിതിൽ സെറ്റാക്കി വെക്കേണ്ടത് തുമ്പ, മുക്കുറ്റി, അതൊക്കെയാണ്. മുക്കുറ്റി ഇവിടെ ഉണ്ട്, പക്ഷേങ്കിൽ അത് കാണിച്ചിട്ടില്ല, വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വീട്ടിലല്ല, ഇങ്ങനെ അവിടെ പാടത്തുണ്ട്. അപ്പോൾ അതെടുക്കണം. തുമ്പ തീരെ കിട്ടാനില്ല ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ തുമ്പ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പൂത്തറ ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ. അമ്മേൻ്റെയാണ് എല്ലാ കൊല്ലവും ഉണ്ടാക്കാറ്. എനിക്ക് അങ്ങനെ സെറ്റാവില്ല, എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല പൂത്തറ ഉണ്ടാക്കാൻ. കാരണം ആ ഒരു റൗണ്ട് ഷേപ്പില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ടയറൊക്കെ വെച്ചിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട്, അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, സാധാ മണ്ണ് ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാറാണ് അമ്മ, സെറ്റാക്കി കൊണ്ടുവരാറാണ്. അപ്പോൾ നമുക്ക് അമ്മ തറ കെട്ടുന്ന സമയത്ത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാ ടൈമും നമുക്കിത് സെറ്റാവത്തില്ല എന്ന്. കാരണം പെണ്ണിനെ ഉറക്കാൻ പോയപ്പോഴേക്കും തറ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ തറയുടെ അവസാനത്തെ മിനിക്കൽ പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ശരിയായി. അതാ പറഞ്ഞത്, കുട്ടിയുടെ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ എന്ന്. കാരണം വേറെ ആരും ഇല്ലല്ലോ വീഡിയോ എടുക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ആരുടെ അടുത്തെങ്കിലുമൊക്കെ ഫോൺ കൊടുത്തിട്ടെങ്കിലും വീഡിയോ സെറ്റാക്കായിരുന്നു. അപ്പം ഇങ്ങനെ കുഴപ്പമില്ല, അതെങ്കിലും കിട്ടിയല്ലോ. അപ്പം ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയാട്ടോ, അമ്മ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മളെ തറ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച്
ചാണകമൊക്കെ തേച്ചിട്ട് ഒന്നിങ്ങോട്ട് സെറ്റാക്കി എടുക്കും. എന്നിട്ടാണ് നമ്മൾ പൂവൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് ചാണകം എടുക്കാൻ പോകണം. പിന്നെ പൂവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പൂവ് ശേഖരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം രണ്ടാളും കൂടെ ചാണകം എടുക്കാൻ പോവാണ്. വേറെ എവിടെയല്ല, ഞങ്ങളെ ചെറിയച്ഛൻ്റെ വീട്ടിൽ തന്നെ പോയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കണ്ട ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോണത് കേട്ടോ. കുഞ്ഞാപ്പിനും കുട്ടി അപ്പോഴേക്കും നീച്ചു. അങ്ങനെ ഞങ്ങൾ പോവും. അപ്പോൾ ഇത് ഞങ്ങളെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അമ്പലം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ഉത്സാഹമാണ് അവൾക്ക്. മാമി എന്നിങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴേ മറ്റേ ശംഖുപുഷ്പം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടു കേട്ടോ. വീഡിയോ എടുത്തില്ല. ശംഖുപുഷ്പം കണ്ടു. പക്ഷേങ്കിൽ അത് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അത് കാണുന്നത്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴെങ്ങാനും അത് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങൾ ചെറിയച്ഛൻ്റെ വീട്ടിലെത്തി. അവിടെ പോയിട്ട് അമ്മ എടുക്കണത് ഞാൻ പെണ്ണിനെ എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അവൾ ഈ പോത്തിനെ കണ്ടിട്ട് ആന എന്നാ പറയണത്. ഫുള്ള് കറുപ്പായതുകൊണ്ട് അവൾ ആന എന്നാ പറയുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചാണകമൊക്കെ എടുത്ത് തിരിച്ച് പോരുമ്പോൾ അപ്പോഴാണ് ഞങ്ങൾ തോട്ടാട്ടോ പയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛനെ കണ്ടത്. അങ്ങോട്ട് പോകുമ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അവളിങ്ങനെ അച്ചച്ച എന്നൊക്കെ വിളിച്ചു. പക്ഷേ അച്ചച്ച അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങൾ അച്ഛനെ കണ്ടു. കണ്ട പൂവിൻ്റെ വഴിയിൽ കുറേ മറ്റേ മഞ്ഞ പൂവുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ. അപ്പം ഞങ്ങളത് കുറേ പറിച്ചു. കണ്ട കുഞ്ഞാപ്പി ഉണ്ടായിരുന്നു പറിക്കാനൊക്കെ ഞങ്ങളെ സഹായിച്ചുട്ട്. നമ്മൾ അമ്മമ്മയ്ക്ക് എടുത്തു കൊടുക്കുക. അങ്ങനെ ഞാനും പറിച്ചു കേട്ടോ. നിങ്ങളങ്ങനെയൊന്നും കരുതണ്ട, ഞാൻ വീഡിയോ മാത്രം എടുക്കില്ല, പറിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതാരും വീഡിയോ എടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചെമ്പരത്തിൻ്റെ മുട്ടൊക്കെ പറിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ വീട്ടിലൊക്കെ ഉള്ളത് വെച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമായവരെല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അത്തത്തിൻ്റെ തുടക്കമായിട്ട് നാളെ പൂവിടുന്നതും ഇനി അങ്ങോട്ട് എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഫുള്ള് ഞാൻ ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ സപ്പോർട്ടും വേണം. ടാറ്റാ.